ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമ. മംഗളശ്ലോകം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. നമുക്ക് ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 62-ാമത്തെ ശ്ലോകം. 61-ാമത്തെ ശ്ലോകത്തിൽ ഭഗവതിയുടെ മൂക്കൂത്തി, അതായത് നാസാദണ്ഡം നമ്മൾക്ക് കാമിത ഫലത്തെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ടാണ് നിർത്തിയത്. 62-ാമത്തെ ശ്ലോകം. പ്രകൃത്യാരക്തായാസ്തവത്സുദതിദന്തചതരുചേഃ പ്രവക്ഷ്യേ സാദൃശ്യം ജനയതു ഫലം വിദ്രുമലതാ ന ബിംബം തദ്ബിംബ പ്രതിഫലനരാഗാദരുണിതം തുലാമദ്യാരോഢും കഥമിവ വിലജ്ജേത കലയാ. ഹേ സുദതി, ശോഭനദന്തങ്ങളോട് കൂടിയ ദേവി, അതായത് മൂക്കുത്തിയെയും മൂക്കിനെ പറ്റി വർണ്ണിച്ചു. ഇനി ദന്തം, അതായത് പല്ലുകളെ, ദന്തകാന്തിയെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. പ്രകൃത്യ സ്വാഭാവികമായി തന്നെ ആരക്തായ രക്തവർണ്ണത്തോടു കൂടിയ അങ്ങയുടെ നിന്തിരുവടിയുടെ ദന്തചതരുജെ അധരകാന്തിക്ക് സാദൃശ്യം, അതായത് സാമ്യത്തെ പ്രവക്ഷ്യേ സാമ്യം പെടുത്തിയിട്ട് പറയാം എന്ന് പറയുന്നു. വിദ്രുമലത, പവിഴക്കൊടി, പവിഴക്കൊടി ഫലത്തെ, പവിഴക്കൊടി എന്ന് പറഞ്ഞാൽ ഒരു ലത, ഒരു വള്ളി, അതിൻ്റെ പഴത്തെ ജനയതു ജനിപ്പിക്കട്ടെ എന്ന്. പവിഴക്കൊടി തത് ബിംബ പ്രതിഫലനരാകാത്, ആ അധരബിംബത്തിൻ്റെ പ്രതിബിംബത്താൽ സിദ്ധിച്ച അരുണവർണ്ണം, അതായത് പവിഴക്കൊടിയെ പവിഴവർണ്ണമാണ്, അതിൻ്റെ ഫലമാവുമ്പോഴോ പിന്നെ അതിനേക്കാളും അരുണവർണ്ണമായിരിക്കും എന്ന് ഇവിടെ ഉപമിക്കുക. അങ്ങനെ അരുണവർണ്ണം സിദ്ധിച്ചത് നിമിത്തം ചുവപ്പ് നിറമായി തീർന്ന ബിംബം, തൊണ്ടിപ്പഴം പോലെയുള്ള കലയാൽ പോലും തുലാം സാദൃശ്യത്തെ അദ്യാരോഢം പ്രാപിക്കുവാൻ കഥമിവ എങ്ങനെ ന വിലജ്ജേത നാണിക്കുകയില്ല എന്ന്. അതായത് തൊണ്ടിപ്പഴം നാണിച്ചു പോവും അമ്മയുടെ അധരകാന്തി കണ്ടാൽ എന്ന്, അതായത് ആ ചുണ്ട് കണ്ടാൽ എന്ന് പറയാന്ന്. ആ ചുണ്ടിൻ്റെ ചുവപ്പ് നിറം കണ്ടിട്ട് തൊണ്ടിപ്പഴം ലജ്ജിച്ചു പോകുന്നു എന്ന്. അതായത് പവിഴ നിറമുള്ള ഒരു ലതയായി വളർന്നാൽ അതിൻ്റെ ഫലം എങ്ങനെയിരിക്കും, അതുപോലെ മനോഹരമാണ് അമ്മയുടെ അധരകാന്തി എന്ന് പറയുന്നത്, ചുണ്ട് എന്ന് പറയുന്നത്. അല്ലയോ സുന്ദരിയായ ഭഗവതി, സ്വാഭാവികമായി തന്നെ അരുണവർണ്ണമായ നിന്തിരുവടിയുടെ അധരകാന്തിയുടെ സാമ്യത്തെ ഞാൻ വർണ്ണിക്കാം. ഭഗവത്പാദർ പറയുകയാണ്. എങ്ങനെയെന്നാൽ, പവിഴക്കൊടിയിന്മേൽ പഴമുണ്ടാകട്ടെ, അപ്പോൾ ആ പഴത്തോട് സാമ്യം പറയാം. നിന്തിരുവടിയുടെ അധരബിംബത്തിൻ്റെ പ്രതിഫലനത്താൽ ചുവപ്പ് നിറം പ്രാപിച്ചതായ തൊണ്ടിപ്പഴം, ആ അധരത്തിൻ്റെ ആ കാന്തി കൊണ്ടാണ്, അതിൻ്റെ ആ ചുവപ്പ് നിറത്തിൻ്റെ പ്രതിഫലനം കൊണ്ടാണ് തൊണ്ടിപ്പഴത്തിന് ചുവപ്പ് നിറം ഉണ്ടായതാണ് എന്നാണ് പറയുന്നത്. തൊണ്ടിപ്പഴം ആ അധരത്തിൻ്റെ ഒരംശത്തിൻ്റെ സാദൃശ്യത്തെ പോലും പ്രാപിക്കുന്നതിൽ ശക്തിഹീനമായിട്ട്, അതായത് ഒരംശം പോലും ഇല്ല ആ തൊണ്ടിപ്പഴത്തിന് ആ അരുണവർണ്ണം. അതെങ്ങനെ ലജ്ജിക്കാതിരിക്കും? അപ്പോൾ ലജ്ജിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ തൊണ്ടിപ്പഴത്തിനേക്കാളും എത്രയോ മനോഹരമാണ് അമ്മയുടെ ചുണ്ടുകൾ എന്നിവിടെ സാമ്യം പറയുകയാണ്. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.